Hi, welcome to all. 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We know what is an equation? Equation is the process of equating one thing with another. ഒരു ഇക്വേഷൻ അഥവാ സമവാക്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മറ്റേതിനോട് സമമായി വരിക എന്നതാണ്. ഫോർ എക്സാമ്പിൾ 1 + 2 = 3. നമുക്കറിയാം 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് 3 ആണ്. അതായത് ഈക്വൽ സിമ്പലിന്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അത് തന്നെയാണ് ഈക്വൽ സിമ്പലിന്റെ റൈറ്റ് സൈഡിലുള്ളത്. ദാറ്റ് മീൻസ് ഒരു ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റേതിനോട് ഇക്വേറ്റ് ചെയ്യുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്മൾ സാധാരണ രീതിയിൽ ഇക്വേഷൻസ് മേക്ക് ചെയ്യുന്നത് ഓൾജിബ്രൈക് ഫോമാറ്റിലാണ്. ഓൾജിബ്ര എന്നുകൊണ്ട് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നു. A to Z വരെയുള്ള ആൽഫബറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻസ് എഴുതുന്നതിന് നമ്മൾ ഓൾജിബ്ര ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ കണ്ടിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ മേക്ക് ചെയ്യുന്നത് എന്ന്. ഓക്കെ, first question. 264 added to a number makes it 452. What is the number? ഒരു നമ്പറിനോട് 264 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 452 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് നമ്പർ എന്താണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ നമ്പറിനെ, ദാറ്റ് മീൻസ് അറിയാത്ത ആ നമ്പറിനെ x എന്ന രീതിയിൽ എടുക്കാം. എക്സിനോട് 264 ആഡ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് 264 ആഡ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് പ്ലസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നത് ദാറ്റ് മീൻസ് ഈക്വൽ ടു 452 ആണ്. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ദാറ്റ് മീൻസ് 264 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 452. ഈക്വൽ സിമ്പലിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് 264 പ്ലസ് എക്സ് ആണ്. ഈക്വൽ സിമ്പലിന്റെ റൈറ്റ് എന്ന് പറയുന്നത് 452 ആണ്. ഈക്വൽ സിമ്പലിന്റെ ലെഫ്റ്റും ഈക്വൽ സിമ്പലിന്റെ റൈറ്റും ഇക്വേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇതൊരു ഇക്വേഷൻ ആണ് എന്ന് പറയാം. ഇതിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് നോക്കാം. എക്സിനെ താഴേക്ക് ഇറക്കി എഴുതുന്നു. എക്സിന്റെ കൂടെ വരുന്നത് പ്ലസ് 264 ആണ്. അതിനെ റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ ഓൾറെഡി 452 ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള പ്ലസ് 264നെ റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് 264 ആവും. പ്ലസ് 264 പ്ലസ് പോയിട്ട് മൈനസ് ആവുന്നു, മൈനസ് 264 ആവുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 188 ആണ്. ഓക്കെ, 8 + 4 12, 1 ബാലൻസ്. 8 + 1 9, 9 + 6 15, 1 balance. 1 + 1 2, 2 + 2 4. That is 188 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. That means 264നോട് 188 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 452 ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? Then next question. 198 subtracted from a number makes it 163. ഏതോ ഒരു നമ്പറിൽ നിന്ന് 198 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 163 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ? ആ നമ്പർ എന്താണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് അറിയാത്ത നമ്പറിനെ നമ്മൾ ഓൾജിബ്രൈക് ഫോമാറ്റിൽ, ദാറ്റ് മീൻസ് എക്സ് ആക്കി എടുക്കുന്നു. ആദ്യം വേണ്ടത് ഇക്വേഷൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞിരിക്കുന്നത് 198 അറിയാത്ത നമ്പറിൽ നിന്നും, അറിയാത്ത നമ്പർ ദാറ്റ് മീൻസ് എക്സ് ആക്കി എടുക്കുന്നു. അറിയാത്ത നമ്പറിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ കിട്ടുന്നത് ദാറ്റ് മീൻസ് ഈക്വൽ ടു 163 ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. Okay,
ദെൻ എക്സിനെ താഴോട്ട് അങ്ങനെ തന്നെ വെക്കുന്നു. റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 163 ഉണ്ട്. എക്സിന്റെ കൂടെ വരുന്ന -198നെ റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യാണ്. സോ -198 പ്ലസ് 198 ആവുന്നു. ഓക്കെ, ദെൻ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് 163ഉം 198ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 361 ആണ്. സോ 198 361ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 163 ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് വൺ. In a company, the manager's salary is 5 times that of a peon. The manager gets 40,000 rupees a month. How much does a peon gets a month? അതായത് ഒരു കമ്പനിയിൽ പിയൂണിന്റെ സാലറി എന്താണോ അതിന്റെ 5 ടൈംസ് ആണ് മാനേജറുടെ സാലറി എന്ന് തന്നിട്ടുണ്ട്. എന്നാൽ മാനേജറുടെ സാലറി 40,000 റുപ്പീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിയൂണിന്റെ സാലറി തന്നിട്ടില്ല. എങ്കിൽ പിയൂണിന്റെ സാലറി എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് പിയൂണിന്റെ സാലറി എന്താണോ അതിന്റെ 5 ടൈംസ് ആണ് മാനേജറുടെ സാലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മാനേജറുടെ സാലറി 40,000 റുപ്പീസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പിയൂണിന്റെ സാലറിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമുക്ക് അറിയാത്തത് പിയൂണിന്റെ സാലറിയാണ്. സോ പിയൂണിന്റെ സാലറിയെ നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. പിയൂൺസ് സാലറി ഈക്വൽ ടു എക്സ് ആക്കി എടുക്കുന്നു. ദെൻ മാനേജറുടെ സാലറി എന്ന് പറയുന്നത് പിയൂണിന്റെ സാലറിയുടെ 5 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മാനേജേഴ്സ് സാലറി equal to 5 times peon's salary, that is 5x ആണ്. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് മാനേജർ സാലറി എന്ന് പറയുന്നത് that means 5x എന്ന് പറയുന്നത് 40,000 ആണെന്ന് തന്നിട്ടുണ്ട്. that means 5x is equal to 40,000 എന്ന് എഴുതാം. ഓക്കെ, 5 into x എന്ന് പറയുന്നതാണ് 5x, that is equal to 40,000 ആണ്. ഇതിൽ നിന്ന് നമുക്ക് x ന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. that is x is equal to റൈറ്റ് സൈഡിൽ 40,000 ഉണ്ട്, അതിനെ അങ്ങനെ തന്നെ ഇറക്കി എഴുതുന്നു. ദെൻ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈഡ് ബൈ 5 ആണ്, അതിനെ റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യണം. മൾട്ടിപ്ലൈഡ് ബൈ 5 റൈറ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് ഡിവൈഡഡ് ബൈ 5 ആണ്. ഇൻറ്റു 5 റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 5 ആവും. 40,000 ബൈ 5 that is equal to 40 by 5 8 ആണ് and 3 zeros, that is 8,000 rupees ആണ് പിയൂണിന്റെ സാലറി. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? പിയൂണിന്റെ സാലറി എക്സ് ആണെന്ന് എടുത്തു. മാനേജർ സാലറി 5 ടൈംസ് എക്സ് ആണ്. മാനേജർ സാലറി ഇസ് ഈക്വൽ ടു 40,000 ആണ് തന്നിട്ടുള്ളത് കൊണ്ട് 5x is equal to 40,000 എടുക്കുന്നു. x is equal to 8,000 എന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. that is പ്യൂൺസ് സാലറി എന്ന് പറയുന്നത് 8,000 rupees ആണ്. ഓക്കെ, then next one. Fourth question. A number divided by 21 gives 756. What is the number? ഒരു നമ്പർ അതിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 756 ആണ് എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഏതാണ് ആ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ ആ നമ്പറിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. എക്സിനെ 21 യൂസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് അറിയാത്ത നമ്പർ എക്സിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ ആയി കിട്ടുന്നത് 756 ആണ്. സോ ഈക്വൽ ടു 756 എന്ന് എഴുതാം.
അറിയാത്ത നമ്പർ ദാറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ 21 is equal to 756 എന്ന് എഴുതി. ദെൻ എക്സ് ആണ് നമുക്ക് അറിയാത്തത്. എക്സിനെ താഴോട്ട് ഇറക്കിയിരുന്നു. എക്സ് is equal to റൈറ്റ് സൈഡിൽ 756 ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡഡ് ബൈ 21 ആണ്. ഡിവൈഡഡ് ബൈ 21 റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈഡ് ബൈ 21 ആവും. ഡിവൈഡഡ് ബൈ 21 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 21 ആവും. സോ ഇൻറ്റു 21. ഓക്കെ, x by 21 is equal to 756. x is equal to റൈറ്റ് സൈഡിലുള്ള 756 ഡിവൈഡഡ് ബൈ 21 റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇൻറ്റു 21 ആവും. ദാറ്റ് ഈസ് 756 ഇൻറ്റു 21 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഫൈനൽ ആൻസർ 15876. 15,876 ആണെന്ന്. ഓക്കെ, 15,876നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 756 ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് വൺ. Question is, when a number is triple and then 2 added, it became 50. What is the number? ഒരു നമ്പറിനെ ട്രിപ്പിൾ ചെയ്യുന്നു, ദാറ്റ് മീൻസ് 3 ടൈംസ് എടുക്കുന്നു. ഒരു നമ്പറിന്റെ 3 മടങ്ങ്, അതാണ് ട്രിപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നമ്പറിന്റെ 3 മടങ്ങ്, അതായത് ട്രിപ്പിൾ അല്ലെങ്കിൽ 3 ടൈംസ് എന്നൊക്കെ പറയാം. അതെടുത്തുകൊണ്ട് അതിനോട് 2 ആഡ് ചെയ്യുന്നു. നമുക്ക് ഏതാണ് നമ്പർ എന്നറിയില്ല. സോ നമ്പറിനെ എക്സ് ആക്കി എടുക്കാം. ആ നമ്പർ എക്സിന്റെ ട്രിപ്പിൾ ചെയ്യുന്നു, ദാറ്റ് മീൻസ് 3 ടൈംസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 3 മടങ്ങ് എടുക്കുകയാണ്. എക്സിന്റെ 3 മടങ്ങ് എടുക്കുകയാണ്. ട്രിപ്പിൾ ചെയ്യുന്നു അല്ലെങ്കിൽ 3 ടൈംസ് ചെയ്യുന്നു, 3 മടങ്ങ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സിന്റെ 3 മടങ്ങ് എടുക്കുന്നു. അതിനോട് and then 2 added, 2 ആഡ് ചെയ്യുന്നു. and then 2 added, that means 3 times നമ്പർ എടുക്കുന്നു, അതിനോട് 2 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് it became 50. that means it became, that means equal to 50. okay, നമുക്ക് 3x നോട് 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 50 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വേഷൻ അതാണ് പറയുന്നത്. ഇനി എക്സിനെ സോൾവ് ചെയ്ത് നമുക്ക് എടുക്കണം. സോ 3xനെ താഴോട്ട് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള 50 ഉണ്ട്. ലെഫ്റ്റിലുള്ള +2 റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് +2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ -2 ആവും. ദാറ്റ് ഈസ് 50 - 2, that is equal to 48. okay, 3xനെ താഴോട്ട് ഇറക്കിയിട്ടു. റൈറ്റ് സൈഡിലുള്ള 50, ലെഫ്റ്റ് സൈഡിലുള്ള +2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ -2 ആവും. 50 - 2, that is 48. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 3x is equal to 48 എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ x is equal to റൈറ്റ് സൈഡിൽ 48 ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ദാറ്റ് മീൻസ് എക്സിന്റെ കൂടെ ഇൻറ്റു 3 ഉണ്ട്. 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × x എന്നാണ് ഉദ്ദേശിക്കുന്നത്. 3 × xനെയാണ് നമ്മൾ x എന്ന് എഴുതിയത്. ദെൻ റൈറ്റ് സൈഡിലുള്ള 48 എഴുതി. ഇൻറ്റു 3 റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 3 ആവും. ഓക്കെ, 3x is equal to 48 ആണ് നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട്. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ x is equal to റൈറ്റ് സൈഡിലുള്ള 48 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് മീൻസ് ഇൻറ്റു 3 റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. ദാറ്റ് ഈസ് 48 ഡിവൈഡഡ് ബൈ 3 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16. 4/3 1, 18/3 6. that is x is equal to 16 എന്നായി. അതായത് 16 എന്ന് പറയുന്ന നമ്പറിന്റെ 3 ടൈംസ്, ദാറ്റ് മീൻസ് ട്രിപ്പിൾ അല്ലെങ്കിൽ 3 മടങ്ങ് ചെയ്തതിനോട് 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 50 ആണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് വൺ, exercise questions, page number 37. First one, Anita and her friends bought pens
For 5 pence bought together, they got a discount of 3 rupees and it cost them 32 rupees. Had they bought the pens separately, how much would each have to spend? അനിതയും അനിതയുടെ ഫ്രണ്ട്സും കൂടി പെന്ന് വാങ്ങി. For 5 pence bought together, 5 പെന്ന് ഒരുമിച്ച് വാങ്ങിയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോന്നോരോന്നായി നമ്മൾ വാങ്ങുന്ന സമയത്തുള്ള വില ആയിരിക്കില്ല ഒരുമിച്ച് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് ഡിസ്കൗണ്ട് ഒക്കെ കാണാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒരു സാധനം നമ്മൾ എന്തെങ്കിലും ഒരു തിങ് ഒന്നായിട്ട് നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നതല്ല, 3-4 ഒരുമിച്ച് വാങ്ങുമ്പോൾ കിട്ടുന്നത്. അതായത് അതിൽ നിന്ന് നമുക്കൊരു ഡിസ്കൗണ്ട്, ഒരു കിഴിവ്, വില കുറവായിട്ട് കിട്ടാറുണ്ട്. അതുപോലെ For 5 pence bought together, 5 പേനകൾ ഒരുമിച്ച് വാങ്ങിയപ്പോൾ they got a discount of 3 rupees. അവർക്ക് 3 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടായി. And it cost them 32 rupees. അപ്പോൾ അവർക്ക് 32 രൂപ മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ. Had they bought the pens separately, അവർ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെയാണ് പേന വാങ്ങുന്നതെങ്കിൽ how much would each have to spend? ഓരോരുത്തരും എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 5 പേനകൾ ഒരുമിച്ച് വാങ്ങിയപ്പോൾ 3 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടായി, വില കുറവുണ്ടായി. അപ്പോൾ വരുന്നത് 32 രൂപയാണ്. ഇനി ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുമ്പോൾ പേനയ്ക്ക് എന്താണ് വില എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു പേനയുടെ വില എന്താണ് എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5 പേനകൾ ഒരുമിച്ച് വാങ്ങി എന്നുള്ളത്. ഇവിടെ നമ്പർ അഥവാ പെന്നിനെ നമുക്ക് നമ്പർ ഓഫ് പെൻസിനെ എക്സ് ആക്കി എടുക്കുകയാണ്. നമ്പർ ഓഫ് പെൻസിനോ കോസ്റ്റ് ഓഫ് പെൻ, ഒരു പേനയ്ക്ക് എന്താണ് വില എന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്പർ ഓഫ് പെൻസ് 5 ആണെന്ന് അറിയാം. അപ്പോൾ പെന്നിന്റെ കോസ്റ്റിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണ്. കോസ്റ്റ് ഓഫ് പെൻ എന്ന് പറയുന്നത് എക്സ് ആക്കി എടുക്കുന്നു. ദെൻ 5 പേനകൾ ഒരുമിച്ച് വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് എക്സ് 5 എണ്ണം വാങ്ങി. ദാറ്റ് മീൻസ് 5 times എക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 5 പേനകൾ ഒരുമിച്ച് വാങ്ങി. ദാറ്റ് മീൻസ് 5x. ഓക്കെ, 5 പേനകൾ ഒരുമിച്ച് വാങ്ങി. അപ്പോൾ 3 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടായി. ദാറ്റ് മീൻസ് 3 രൂപയുടെ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം? സബ്ട്രാക്ട് ചെയ്ത് കാണിക്കണം. 3 രൂപയുടെ കുറവുണ്ടായി. ദാറ്റ് മീൻസ് സബ്ട്രാക്ട് ചെയ്യുന്നു. 5 പേനകൾ ഒരുമിച്ച് വാങ്ങിയപ്പോൾ 3 രൂപയുടെ കുറവുണ്ടായി. ദാറ്റ് മീൻസ് 5x minus 3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കൊടുക്കേണ്ടി വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 32 rupees ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കൊടുക്കേണ്ടി വന്നത് 32 rupees ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. 5 പേനകൾ ഒരുമിച്ച് വാങ്ങിയപ്പോൾ ഒരു പേനയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ് ആക്കി എടുക്കുന്നു. 5 പേനകൾ ഒരുമിച്ച് വാങ്ങിയപ്പോൾ ദാറ്റ് മീൻസ് 5x. 3 രൂപയുടെ കുറവുണ്ടായി. ദാറ്റ് മീൻസ് 3 രൂപയുടെ കുറവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈനസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 5x minus 3 എന്ന് കിട്ടി. അപ്പോൾ കിട്ടിയത് ദാറ്റ് മീൻസ് അവർക്ക് കൊടുക്കേണ്ടി വന്നത് ദാറ്റ് മീൻസ് ഈക്വൽ ടു 32 രൂപയാണ്. ദാറ്റ് മീൻസ് ഈക്വൽ ടു 32. So our equation 5x minus 3 equal to 32 എന്ന് കിട്ടി. 5x minus 3 equal to 32 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനെ സോൾവ് ചെയ്തുകൊണ്ട് എക്സിന്റെ വാല്യൂ ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് 1 പെൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ 5xനെ താഴോട്ട് ഇറക്കി എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 32 ഉണ്ട്. നമുക്ക് ആദ്യം 32 എഴുതാം. ലെഫ്റ്റിലുള്ള -3 റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ +3 എന്നാവും. -3 +3 എന്നാവും. 32 + 3 എന്ന് പറയുന്നത് 35 ആണ്. നമുക്കറിയാം 5x is equal to 35 ആണെങ്കിൽ എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന്. 5x is equal to 35 നിന്ന് x മാത്രം താഴോട്ട് ഇറക്കി എഴുതുന്നു. റൈറ്റ് സൈഡിൽ 35 ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ഇൻറ്റു 5, 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 into x എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ x മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇൻറ്റു 5 ഉണ്ട്. ഇൻറ്റു 5നെ റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 5 എന്നാവും. 35/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 rupees എന്നാണ് കിട്ടിയത്.
അതായത് ഒരു പെന്നിന്റെ വില കോസ്റ്റ് ഓഫ് 1 പെന്നാണ് 7 ആക്കി എടുക്കുന്നത്. അങ്ങനെയുള്ള 5 പേനകൾ വാങ്ങിക്കഴിഞ്ഞാൽ 5 into 7 35 rupees ആയാണ്. അതിന് പകരമാണ് അവർക്ക് 3 രൂപയുടെ കുറവാക്കി കൊടുത്തത്. ദാറ്റ് ഈസ് 32 rupees ആയിരുന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അവർ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പേനയ്ക്ക് 7 രൂപ വരും. ഇപ്പൊ 5 പേന വാങ്ങുന്ന സമയത്ത് 5 into 7 35 rupees ആണ് കൊടുക്കേണ്ടി വരിക. അവർ ഒരുമിച്ച് വാങ്ങിയത് കൊണ്ടാണ് 35-ൽ നിന്ന് 3 rupees ലെസ് ചെയ്തിട്ട് 32 rupees അവർക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. സോ കോസ്റ്റ് ഓഫ് 1 പെൻ എന്ന് പറയുന്നത് 7 rupees ആണ് കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A piece of folk math. A child asked a flock of birds, "How many are you?" A bird replied, "We and us again, with half of us and half of that, with one more, would make 100. How many birds were there?" ഇതൊരു ഫോക്ക് മാത്ത് ആയിട്ട്, അതായത് ഒരു പസിൽ പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു കുട്ടി ബേർഡ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേരുണ്ട് എന്നുള്ളത്. അപ്പോൾ ബേർഡ്സ് അതിന് റിപ്ലൈ കൊടുക്കുകയാണ്, വി ആൻഡ് അസ് അഗെയിൻ, ഞങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഞങ്ങളുടെ പകുതിയും അതിൻ്റെ കൂടെ അതിൻ്റെയും പകുതിയും ഒന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് 100 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ എണ്ണം, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ബേർഡ്സ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ടോടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കുട്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിൻ്റെ അടുത്ത് നിങ്ങൾ എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബേർഡ്സ് കൊടുക്കുന്ന റിപ്ലൈ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പകുതിയും അതിൻ്റെയും പകുതിയും ഒന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് 100 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആ കുട്ടി ആൻസർ എന്താണ്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ബേർഡ്സ് എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബേർഡ്സിൻ്റെ എണ്ണം നമുക്കറിയില്ല, സോ നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. ഓക്കെ, നമ്പർ ഓഫ് ബേർഡ്സിനെ എക്സ് ആക്കി എടുക്കുന്നു. ദെൻ എക്സ് ആക്കി എടുത്തുകൊണ്ട് ബേർഡ്സ് പറഞ്ഞത് ഞങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്ന് പറയുന്നതിനെ എക്സ് ആക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞങ്ങളും എക്സ്, എഗെയിൻ ഞങ്ങളുടെ പകുതിയും, ദാറ്റ് മീൻസ് എക്സിന്റെ പകുതി, ദാറ്റ് ഈസ് x/2. ഇനി ഇതിന്റെയും പകുതി, x/2ന്റെ പകുതി, ദാറ്റ് മീൻസ് x/4 ആണ്. ഒന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 1. ഇവരെല്ലാവരും കൂടി ചേരുകയാണ്, ദാറ്റ് മീൻസ് പ്ലസ് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 100 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? പറഞ്ഞത് ഞങ്ങളുടെ പകുതിയും, ദാറ്റ് മീൻസ് എക്സിന്റെ പകുതി, ദാറ്റ് മീൻസ് x/2, x/2ന്റെയും പകുതി, ദാറ്റ് മീൻസ് x/2ന്റെ പകുതി പറയുമ്പോൾ x/2/2 എന്ന് വരും അല്ലേ? അപ്പോൾ x/2/2 പറയുമ്പോൾ x/4 ആണ്. അപ്പോൾ x/4 വന്നു. പിന്നെ ഒന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് +1 ചെയ്യുമ്പോൾ കിട്ടുന്നത് 100 ആണ്. എങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, എക്സിന്റെ ഡിനോമിനേറ്റർ 1 ആണ്, എക്സിന്റെ ഡിനോമിനേറ്റർ 1 ആണ്, x/2ന്റെ ഡിനോമിനേറ്റർ 2 ആണ്, x/4ന്റെ ഡിനോമിനേറ്റർ 4 ആണ്, 1ന്റെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ നമുക്ക് 4 ആണ് ഇവിടെ വരുന്ന ഡിനോമിനേറ്ററിൽ ഏറ്റവും വലുത്. സോ 4 കൊണ്ട് ത്രൂ ഔട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ 4 into x, 4x, പ്ലസ് 4 into x, 4x, plus 4 into x/2, that is 4 into x/2 എന്ന് വരുമ്പോൾ എങ്ങനെ വരും? 4 into x/2 ആണ്. അപ്പോൾ 2ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി നമുക്ക് 2 ആണ് വരുന്നത്. 4ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ആണ് വരുന്നത്. 2 into x, that is 2x എന്ന് കിട്ടും. ഓക്കെ, then 4 into x/4, 4 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 4 into x/4
4 എന്ന് പറയുമ്പോൾ 4ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് എക്സ് മാത്രമാണ്. സോ പ്ലസ് എക്സ്. ഓക്കെ, ദെൻ പ്ലസ് 1 ഉണ്ട്. അതിനെയും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 4 4 ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ലെഫ്റ്റ് സൈഡ് മാത്രമാണ്. ഇനി ലെഫ്റ്റ് സൈഡ് മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷനിൽ ചേഞ്ചസ് വരും. അങ്ങനെ ചേഞ്ചസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ്റെ ദാറ്റ് മീൻസ് ഈക്വൽ സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡ് ത്രൂ ഔട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ തന്നെ ഈക്വൽ സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഇക്വേഷനിൽ ചേഞ്ച് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 100 400 എന്നെഴുതി. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? അതായത് ഞങ്ങളുടെ പകുതിയും വീണ്ടും ഞങ്ങളുടെ പകുതിയും ഒന്നും കൂടി ചേർന്ന് കഴിയുമ്പോൾ കിട്ടുന്നത് 100 ആണ് എന്ന് പറഞ്ഞു. 4 ആണ് ഡിനോമിനേറ്ററിലെ വലുത്. സോ ത്രൂ ഔട്ട് ലെഫ്റ്റ് സൈഡ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വേഷൻ ചേഞ്ച് വരാതിരിക്കാൻ റൈറ്റ് സൈഡിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എക്സ് എന്ന് പറയുന്ന എല്ലാതും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാം. ദാറ്റ് മീൻസ് 4x 4x 2x x ഇത്രയാണ് എക്സിന്റെ ടേംസിൽ വരുന്നത്. 4 + 4 8 8 + 2 10 10 + 1 11 ദാറ്റ് മീൻസ് 11x എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? 4ഉം 4ഉം 2ഉം 1ഉം കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ കിട്ടുന്നത് 4 4 8 8 2 10 10 1 11x എന്ന് കിട്ടി. ദെൻ പ്ലസ് 4 ഉണ്ട്. പ്ലസ് 4 ഈക്വൽ ടു 400 എന്നെഴുതാം. 11x + 4 ഈക്വൽ ടു 400 എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 11x മാത്രം നമ്മൾ എഴുതുന്നു. റൈറ്റ് സൈഡിൽ 400 ഉണ്ട്. സോ ഈക്വൽ ടു 400 കൊടുക്കുന്നു. ഇനി എഴുതാതെ വിട്ടുപോയ ഒരു സംഭവമുണ്ട്. 11xന്റെ കൂടെ പ്ലസ് 4 ഉണ്ട്. ഇപ്പൊ പ്ലസ് 4നെ റൈറ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് -4 എന്നാവും. 11xന് അങ്ങനെ തന്നെ കൊടുത്തു. 400 എഴുതി. ഈക്വൽ സിമ്പിളിന്റെ റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ പ്ലസ് 4 ഉണ്ട്. പ്ലസ് 4 റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ -4 ആയി. ഇനി നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. 11x ഈക്വൽ ടു 400 - 4 ദാറ്റ് ഈസ് 396 എന്ന് വരും. 400 - 4 എന്ന് പറയുന്നത് 396 ആണ്. ഇനി എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എക്സിനെ മാത്രം എഴുതുന്നു. റൈറ്റ് സൈഡിൽ 396 കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എക്സിന്റെ കൂടെ ഇൻറ്റു 11 ആണ്. 11 ഇൻറ്റു എക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സിൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 11 ഉള്ളത് റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 11 ആവും. സോ 396 ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടും. ഓക്കെ, 11x = 396 ആണ്. അതിൽ എക്സ് മാത്രമാണ് നമ്മൾ താഴോട്ട് എഴുതിയത്. എക്സിന്റെ കൂടെ ഇൻറ്റു 11 ഉണ്ട്. ഇൻറ്റു 11 റൈറ്റ് സൈഡിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 11 എന്നായി. ദാറ്റ് മീൻസ് 396 ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 39/11 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ബാലൻസ് 6 6ഉം 6ഉം 66/11 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 36 ആണ്. അതായത് നമ്പർ ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് 36 ആണെന്ന് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഞങ്ങളുടെ പകുതിയും ഞങ്ങളുടെ വീണ്ടും അഗൈൻ പകുതിയും ഒന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് 100 ആണ് എങ്കിൽ ഞങ്ങൾ എത്ര എന്നാണ് ബേർഡ്സ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് 36 ആണ്. അതായത് മൊത്തം 36 ബേർഡ്സ് ആണുള്ളത്. നമുക്ക് ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. മൊത്തം 36 ബേർഡ്സ് ആണുള്ളത്. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഞങ്ങളും ദാറ്റ് മീൻസ് 36ഉം അഗൈൻ ഞങ്ങളും ദാറ്റ് മീൻസ് 36ഉം ഞങ്ങളുടെ പകുതിയും. അപ്പോൾ 36ന്റെ പകുതി എന്ന് പറയുമ്പോൾ 18 ആണ്. 18 ദെൻ അതിൻ്റെയും പകുതിയും ദാറ്റ് മീൻസ് 18ന്റെ പകുതി അതായത് 9 ആണ്. അത് എഴുതുന്നു. ഒന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് +1 കൊടുക്കുന്നു. 100 ആണ് കിട്ടുന്നത് എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ശരിയാണോ എന്നുള്ളത്. 9 + 1 10 ആണ്. 10ഉം 8ഉം കൂടി 18 18 + 6 24 24 + 6 30 30ൽ 0 3 ബാലൻസ് 3 + 1 4 4 + 3 7 7 + 3 100. നമുക്ക് 100 തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്.
സോ നമ്പർ ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് 36 ആണെന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.